വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ GD എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ GD എക്സാംസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ GD എക്സാംസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം ഹ്യൂജ് വേക്കൻസീസ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. മെയിൽസിന് വേണ്ടിയിട്ട് 35,612 വേക്കൻസീസ്, ഫീമെയിൽസിനാണെങ്കിൽ 3,867 വേക്കൻസീസ്. അങ്ങനെ ടോട്ടൽ 39,481 വേക്കൻസീസ് ആണ് GD എക്സാംസിന് വന്നിട്ടുള്ളത്. എക്സാം പാറ്റേൺ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എക്സാം അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് റീസണിങ്, മാത്സ്, GK അതുപോലെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓരോ ഭാഗത്തു നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. മൊത്തം 40 മാർക്ക്. 20 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച്. അതായത് റീസണിങ് 20 × 2 40 മാർക്ക്, മാത്സിന് 40 മാർക്ക്, GK GS 40 മാർക്ക്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിക്ക് 40 മാർക്ക്. ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 160 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. 1 മണിക്കൂറാണ് ടൈം. 60 മിനിറ്റ്സ് ആണ് ഈ 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള നിങ്ങളുടെ സമയം. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 0.25 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറയ്ക്കുന്നത്. അപ്പോൾ എക്സാമിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അറിയാത്തവരാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടൈപ്പ് ആൾക്കാരുണ്ടാവും അല്ലേ. ഒന്ന്, നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർ, അതായത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ബേസ് ഉള്ളവരുണ്ടാവും. ഇനി അതല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനർ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ബിഗിനർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം ക്ലിയർ ആയിട്ടുള്ള ഒരു ബേസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ മെത്തേഡ്സ് അറിയാം. മാത്സിൻ്റെ ബേസിക്സ് അറിയാമായിരിക്കും. GKയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജിക്കയുടെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ സ്പീഡ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് മോക്കുകൾ അറ്റൻഡ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അടുത്ത ആൾക്കാരെ പറ്റി ഒന്ന് നോക്കാം. ബിഗിനേഴ്സാണ്, എക്സാം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ടുണ്ട്. ഒരു റാങ്ക് എന്നുള്ളൊരു നിലവാരത്തിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഒരു ബിഗിനറായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പോൾ നിങ്ങളാണെങ്കിലും എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കണം. ആൻഡ് ഫൈനലി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം GD എക്സാംസിന്, പൊതുവരെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഓരോരോ ഏരിയാസ് കാണും, ഹോട്ട് ടോപ്പിക്സ്. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഹോട്ട് ടോപ്പിക്സ് കാണും, അതുണ്ടാവും. ഇനി അതല്ലെങ്കിൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു എക്സാമാണ് SSC GD. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് കേട്ടോ, വളരെ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എക്സാമാണ് SSC GD എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലോണം ഇരുന്ന് പഠിച്ചാൽ തന്നെ നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാതെ പോകരുത്. GK GS ഇംഗ്ലീഷ് എല്ലാത്തിൽ നിന്നും പ്രീവിയസ് ഇയറിൻ്റെ അതേ മോഡൽ അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. GK ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ മുന്നേ ചോദിച്ച ഗ്രാമർ പോയിട്ട് അതേ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും ചോദിക്കുക. പിന്നെ വൊക്കാബ്സ് ആണ്, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു 5 വൊക്കാബ് ചോദിച്ചാൽ അതിന് 3 വൊക്കാബിനും ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രം. ഇനി മാത്സും റീസണിങ്ങും ആണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല 2-3 ബുക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പിനാക്കിളിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്ന ബുക്കാണ്. എല്ലാ സബ്ജക്റ്റിലെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരോ സബ്ജക്റ്റായിട്ട് വാങ്ങി വെച്ച് പഠിക്കാം. ഓക്കെ, മാത്സ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, അതുപോലെ ഇംഗ്ലീഷും GKയും ഉണ്ടാവും. GK ഒക്കെ കുഴപ്പമില്ല, റിലേറ്റഡ് ഫാക്ടേഴ്സും കൂടെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ജസ്റ്റ് പഠിക്കുമ്പോൾ ഏത് ബുക്കായാലും, പിന്നക്കളെന്നല്ല ഞാൻ എടുത്ത് പറയുന്നത്, ഏത് ബുക്കായാലും നിങ്ങൾ അതിലെ കണ്ടന്റുകളെല്ലാം
ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പഠിക്കുക. വളരെ കുറവാണെങ്കിലും ബുക്കുകളിൽ എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് മുന്നിൽ കാണുക. ഇനി മാത്സ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവണം എന്നുള്ളൊരു പർപ്പസ് ഉള്ളത് കൊണ്ട് സ്റ്റെപ്പുകൾ എഴുതി വളരെ ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സ് പല ബുക്കുകളും കൊടുക്കാറുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ ആ ബുക്കുകൾ ഉപയോഗിക്കാവൂ. മെത്തേഡ്സ് നിങ്ങൾ എപ്പോഴും ഷോർട്ട് കട്ടുകളും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളും ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്. ബുക്കിലെ മെത്തേഡുകൾ എപ്പോഴും ബെസ്റ്റ് മെത്തേഡ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, ഇനി ഇംഗ്ലീഷിൻ്റെ വൊക്കാബ് പഠിക്കാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബുക്ക് ചൂസ് ചെയ്യാം. വൊക്കാബ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ബുക്ക് ചൂസ് ചെയ്യാം, വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്ക് മാത്രം പഠിക്കണമെങ്കിൽ നിയോൺ പബ്ലിക്കേഷൻ്റെ ബുക്സും വളരെ നല്ലൊരു ഓപ്ഷനാണ് സ്ട്രാറ്റജിക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ബുക്കുകളെല്ലാം വാങ്ങി വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സ്റ്റാർട്ട് ചെയ്ത ഒരാൾ, പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ബുക്കിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ദിശയുടെ ഓൺലൈൻ കോച്ചിങ് ആയിരിക്കും. ഓക്കെ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, അങ്ങനെയാണെങ്കിൽ ഈ പ്രൈസിന് 2999 റുപ്പീസിന് ഇതൊരു ബെസ്റ്റ് കോഴ്സാണ്. കാരണം നിങ്ങൾക്ക് 350 hours പ്ലസ് ക്ലാസ് നമുക്ക് ലൈവായിട്ടും റെക്കോർഡായിട്ടും കിട്ടും. ഇനി അത് പോരാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ അതിൻ്റെ റെക്കോർഡ് സെഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഈ മോക്ക് ടെസ്റ്റുകളിൽ എക്സ്ക്ലൂസീവ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ കാണും. നിങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആണ് GDക്ക് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഫാക്കൾട്ടീസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്തിട്ട് തന്നെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വോയിസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ് ലൈവിൽ തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും, കമൻറ്റ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്, കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ റിസൾട്ട് നിങ്ങൾക്കറിയാം, വളരെയധികം കുട്ടികൾക്ക് SSC GD നമ്മുടെ കോഴ്സിൽ നിന്നും റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും പറ്റും. പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വളരെ നല്ല ഓപ്ഷനാണ്. ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർക്കാണെങ്കിലും കുറച്ച് എവിടെയൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഈ കോഴ്സ് ചൂസ് ചെയ്യാം. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ടോപ്പിക് ബൈ ടോപ്പിക്ക് പഠിച്ചു പോവാം. ഇനി അതല്ല, നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു, പ്രാക്ടീസിൻ്റെ മാത്രമേ ആവശ്യമുള്ളെങ്കിൽ നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ നിന്നും ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നല്ലോണം പഠിച്ചു, നിങ്ങൾക്ക് ഇനി ഒരു എന്താ പറയുക ഒരു പോളിഷിൻ്റെ ആവശ്യമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്കുകളൊക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രം മതി. പക്ഷെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ഓർഗനൈസ്ഡ് ആവാനുണ്ട്, നല്ലോണം പഠിക്കാനുണ്ട്, ഒരുപാട് ടോപ്പിക്കുകളിൽ പല ടൈപ്പും എനിക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി കോഴ്സ് ഒരു തരത്തിലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ദിശയുടെ മെയിൻ ചാനൽ യൂട്യൂബ് ചാനലിലും അതുപോലെ ആർമി എക്സാംസ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്, ആ ചാനലിലും ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് പോകുന്നുണ്ട്. ആപ്പിൽ പോകുന്ന അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് യൂട്യൂബിൽ തരുന്നതിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട ഐഡിയാസ് ഓരോ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ തരും, യൂട്യൂബ് ചാനൽ വഴി ഉറപ്പായിട്ടും തരും, അത് നിങ്ങൾക്ക് കാണാം. പക്ഷെ ബാക്കി എഫേർട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇടേണ്ടി വരും. അതായത് ഇപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സ്യൂളായിട്ട് എല്ലാം നമ്മൾ തരും. ഓക്കെ, പഠിക്കാനുള്ള മെറ്റീരിയൽസ് തരും, മാക്സിമം ക്ലാസ് തന്നെ മാക്സിമം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം തരും. ഇനി അതല്ല, നിങ്ങൾ യൂട്യൂബ് നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ യൂട്യൂബ് കണ്ട് പഠിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ട് ലൈക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ആ എക്സാം എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, അത് നിങ്ങൾ ഓർക്കുക. നല്ലോണം ഏത് റിസോഴ്സ് നിങ്ങൾ ഉപയോഗിച്ചാലും ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ നല്ലോണം പഠിക്കും. ഇനി അതല്ല, നിങ്ങൾക്കൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ഒരു കോളേജിലൊക്കെ പോകണ പോലെ ഇരുന്ന് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അതും വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാം. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഒരുപാട് സമയമില്ല. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നല്ല ബേസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു പോയാൽ മതി, നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ GKയിൽ മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പർ 80757536
76 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ട് എൻക്വയറി നടത്താം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഫോക്കസ് ചെയ്ത് മാത്രമേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും പെട്ടെന്ന് എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹാപ്പി ലേണിംഗ്. ബൈ.